ഗ്ലാമി ഗംഗ. ഗ്ലാമി ഗംഗയെ ട്രോളാൻ ഒരു അവസരം കിട്ടാതെ ട്രോളർമാരൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കുത്തിയിരുന്ന് നോക്കിയിരുന്ന് ഒടുവിൽ ഗ്ലാമിനെ ട്രോളാനുള്ള ഒരു അവസരം ഒത്തു വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഗ്ലാമിയുടെ കല്യാണമാണ്. അപ്പം എൻ്റെ മുതുക്ക് ചെക്കെന്നും പറഞ്ഞിട്ടുണ്ട് ഗ്ലാമിയുടെ ഭാവി വരെനെ ജനങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ചെക്കന് കെട്ടാനുള്ള കാരണം എന്താണെന്ന് ഗ്ലാമി അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കണ്ടുപിടിച്ചു ഗൈസ്, കണ്ടുപിടിച്ചു. ഗ്ലാമി ഇനി അടുത്ത വീഡിയോ ചെയ്യാൻ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ രഹസ്യം അങ്ങാടിപ്പാട്ടായി. എന്താണെന്നറിയോ, ആ ചെക്കനൊരു സെക്കൻഡ് മാരേജാണ് ഗൈസ്. ആ ചെക്കനൊരു ഭാര്യയും കുട്ടിയുണ്ട്. അപ്പോൾ ഒരു ഭാര്യയും ഒരു കുട്ടിയുമുള്ള ഒരു കുട്ടിയെയാണ് ഗ്ലാമി ഗംഗ കെട്ടാൻ പോകുന്നത്. ഈ ഗ്ലാമി ഗംഗയ്ക്ക് എന്തിൻ്റെ കേടാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഇതൊക്കെ ഓരോരുത്തർക്കിടെ പേഴ്സണലി ഇഷ്ടമല്ലേ. ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളൊരു വിവാഹിതനാവാം, ചിലപ്പോൾ 2-3 മക്കളുടെ തന്തയാവാം. പക്ഷെ ഇഷ്ടമല്ലാണ്ട് ആവില്ലല്ലോ. അപ്പോൾ അവരെന്തും തരണം ചെയ്ത് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. ഇനി അഥവാ അവൻ്റെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ? പക്ഷെ എനിക്ക് ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഈ ചെക്കന് വളരെ നാളായിട്ട് എന്തോ ഒരു ദുഃഖകരമായൊരവസ്ഥയിലൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ, എന്നാൽ അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു സങ്കടക്കടൽ കിടക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ആദ്യത്തെ ആവേശത്തിൻ്റെ ആയിരിക്കും. പക്വതക്കുറവ് എന്തായാലും കുറച്ചൊക്കെ കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇവർക്ക് ജീവിതാനുഭവങ്ങൾ കൊണ്ട് പാഠങ്ങൾ പഠിക്കേണ്ട പ്രായമായിട്ടില്ലല്ലോ ഗൈസ്. ഇങ്ങനെയൊക്കെയാണല്ലോ അനുഭവങ്ങൾ വരുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ പറയും അനുഭവം ഗുരു എന്ന് പറയും. ശരിക്കും ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പറയാനുള്ള അനുഭവം കൂടി ഗ്ലാമി ഗംഗയ്ക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോരുത്തരെ ആരാണോ നമ്മുടെ ജീവിതം ഇനി ലൈഫ് പങ്കിടേണ്ടത് അവരെയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം നമ്മൾക്കുണ്ട്. അതായത് പാർട്ട്ണർ ആരായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പ്രായവും പക്വതയും ഒക്കെ ഗ്ലാമി ഗംഗയ്ക്കായി. ഈ ഗ്ലാമി ഗംഗയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നിട്ട് ഇത്രയൊക്കെ സ്വയം കഴിവ് കൊണ്ട് പ്രയത്നിച്ച് ആക്കി തീർത്ത ഒരു പെൺകുട്ടി. എനിക്ക് അവളോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ റെഗുലറായിട്ട് അവളുടെ വീഡിയോ ഒന്നും കാണാറില്ലെങ്കിലും ഇടയ്ക്കും തലയ്ക്കൊക്കെ ഞാനൊന്ന് എത്തി നോക്കും എന്താണ് ഇപ്പോൾ ഗ്ലാമി കാണിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടമൊക്കെയാണ്, സംസാരവും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. വലിയ കോപ്പറേറ്റുകളൊന്നും ഇല്ലെങ്കിലും ഉള്ളത് വെച്ച് പുള്ളിക്കാരി അതിമനോഹരമായിട്ട് വ്ളോഗും കാര്യങ്ങളും കൊണ്ടുപോകുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു അവസ്ഥ അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഗ്ലാമിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ചോദിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ, ഗ്ലാമിക്കും കൂടി തോന്നണ്ടേ. എനിക്ക് പേഴ്സണലി പരിചയമൊന്നുമില്ല, എങ്കിലും എനിക്ക് അവളുടെ ഇത്രയും വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് പോയി തലയിട്ട് നോക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവൾ ഈ പുതിയ ആൾക്കാരെ നമ്മുടെ ലൈഫിലേക്ക് വിളിച്ചു കയറ്റുന്നതിലും നല്ലത് അവൾക്ക് അടുത്തറിയാവുന്ന അല്ലെങ്കിൽ അടുത്ത് നല്ല പരിചയമുള്ള ഒരാളെ ആണ് അവളെ ലൈഫിലേക്ക് സ്വീകരിക്കാൻ അറിയാത്തൊരു സ്ഥലത്തേക്ക് അറിയാത്തൊരു വീട്ടിലേക്കൊക്കെ പോകുന്നതിലും നല്ലത് നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മൾക്ക് സഹായമായിട്ട് നിൽക്കുന്ന ആളുകളെ തന്നെയാണ് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റേണ്ടതെന്നായിരിക്കാം ചിലപ്പോൾ ഗ്ലാമി ഗംഗ ഉദ്ദേശിക്കുന്നത്. എല്ലാം ഈ പ്രായത്തിൻ്റെ ഇടയ്ക്ക് അവൾ ഉണ്ടാക്കിയെങ്കിലും കുട്ടിത്തം ഒന്നും വിട്ടുമാറിയിട്ടൊന്നുമില്ല, അതിനുള്ള പക്വതയൊന്നും വന്നിട്ടൊന്നുമില്ല. എങ്കിൽ കൂടിയും അവളോടൊപ്പം നിൽക്കുന്ന വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ലൈഫിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ചിലപ്പോൾ ഗ്ലാമി ഉദ്ദേശിക്കുന്നത്. ചെക്കൻ വലിയ കുഴപ്പമൊന്നുമില്ല, ഗംഗയ്ക്ക് ചേരുന്ന പയ്യൻ തന്നെയാണ്. എങ്കിലും കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ളത് ഗംഗയ്ക്ക് ചൂസ് ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായമാണ്. അവളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മുതുക്കെടുത്ത് തലയിൽ വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു ചെറിയൊരു ചിന്ത വരാതിരുന്നില്ല. എങ്കിൽ പോലും ഗംഗയുടെ ഇഷ്ടമാണല്ലോ ഞങ്ങളുടെയും ഇഷ്ടം, പ്രേക്ഷകരുടെ ഇഷ്ടം. ഗ്ലാമി ഗംഗയ്ക്ക് കമൻറ്റുകൾ നെഗറ്റീവും വരുന്നുണ്ട്, പോസിറ്റീവും വരുന്നുണ്ട്. പക്ഷെ ഗ്ലാമിയുടെ ആണല്ലോ ജീവിതം, നമ്മൾ പറഞ്ഞാലൊന്നും ഗ്ലാമി കേൾക്കില്ല. എങ്കിലും കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് ഒരു മനസ്സുഖം, പറയേണ്ട കാര്യം പറയുമ്പോൾ ഒരു അത്യാവശ്യം മനസ്സുഖം കിട്ടില്ലേ, അതുപോലെ. എന്ത് തന്നെയായാലും എനിക്ക് പേഴ്സണലി അഭിപ്രായമുള്ളത് ഇത് കുറച്ച് കടന്നുപോയോ എന്നൊരു ചിന്തയുണ്ട്. പിന്നെ നമ്മുടെ ജീവിതം സേഫ് സോണിൽ പോകണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണല്ലോ. അപ്പോൾ എവിടെയാണ് നമുക്ക് ജീവിതം സേഫ് സോണിൽ പോവുക എന്നുള്ളൊരു കാര്യം അവളുടെ ജീവിതം അവൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ പോയാലായിരിക്കും ജീവിതം ഒന്നും കൂടി സേഫായിട്ട് മുന്നോട്ട് പോവുക എന്ന് തോന്നിക്കാണും. അതുകൊണ്ട് നമ്മളും അനുകൂലിക്കുന്നു. എന്തായാലും അനുഭവങ്ങളുടെ ഒരു സമ്പത്ത് കുറവുണ്ട്, അത് പിന്നെ പഠിച്ചോളും. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത്
കാവ്യമാധവൻ ദിലീപിനെ തട്ടിയെടുത്ത പോലെ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ, ഒരു ഭാര്യയും കുട്ടിയുമുള്ള ഒരു ആളുടെ പുറകെ സ്നേഹിച്ച് കൂടുക, എന്നിട്ട് ആ ചെക്കനെ കല്യാണം കഴിക്കുക. വല്ലാത്ത ജീവിതമല്ലേ. ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, അത് ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യം ഹസ്ബൻഡും വൈഫും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു കുട്ടിയും കൂടി ഉള്ളപ്പോൾ അവർക്ക് വേണ്ടിയെങ്കിലും ജീവിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ജീവിതം ദുഃഖകരമാണ്, തൊലഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളെ തേടി പോകുന്നത് അത്ര നല്ലൊരു ശീലം അല്ല. മറ്റൊരാൾക്കുടെ ഭർത്താവിനെ തട്ടിയെടുക്കുന്നതും നല്ലൊരു ശീലമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്. അറിയാതെ നമ്മൾ വീഴുന്നതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു മനസ്സാക്ഷിയുള്ള ഒരാളും ചെയ്യാത്തൊരു കാര്യമാണ് ഒരു ഭാര്യയും കുട്ടികളുമുള്ള ഒരാളെ സ്വന്തം ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നാലും ഗ്ലാമി, നിനക്ക് ഈ സെക്കൻഡ് ഹാൻഡേ കിട്ടുള്ളൂ എന്ന് എനിക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നല്ലൊരു പയ്യനെ കിട്ടുമായിരുന്നില്ല. ഈ സെക്കൻഡ് ഹാൻഡിൻ്റെ ആവശ്യം നിനക്കുണ്ടായിരുന്നോ? ചിലർക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടികളോടാവും ഇഷ്ടം. ഓടിയ വണ്ടി ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഒക്കെ ആയാലും ഇനിയെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഈ പറയുന്ന പുഷ് കാര്യങ്ങളൊന്നുമല്ല ജീവിതം. ഈ കല്യാണം വരെയാണ് ഈ തുള്ളിക്കളി ഉണ്ടാവുള്ളൂ. ഞാനിങ്ങനെ ഓരോ കല്യാണങ്ങളും കാണുമ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ചിരിക്കും. കാരണം എന്താണെന്നറിയോ, ഇതോടുകൂടി കഴിഞ്ഞടാ, അതോടുകൂടി ഈ ആഘോഷവും കൂത്തും പാട്ടും പരിപാടിയൊക്കെ ഈ ഒരു ദിവസം കൊണ്ട് തീർന്നു. ഇനി അങ്ങോട്ട് എന്താ കെട്ടിയിട്ട അവസ്ഥയിലാണ് ആണായാലും പെണ്ണായാലും ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണലി കല്യാണം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് വലിയൊരു അത്യാവശ്യ കാര്യമൊന്നുമല്ല. അണ്ടർസ്റ്റാൻഡ് എന്നതിലുപരി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക, അതാണ് വേണ്ടത്. അതിനനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. എന്തായാലും ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്ന് വേണം. കാരണം ഗ്ലാമി ഗംഗ ചെറുപ്പമാണ്. ഇനിയും നല്ലൊരു ചിലപ്പോൾ അവരുടെ ഒരു അമ്മയും 2 പെൺമക്കളുമായിട്ടുള്ള ഒറ്റയ്ക്കുള്ള ജീവിതത്തിന് ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും സെക്യൂർ എന്ന് അവർക്ക് തോന്നിക്കാണണം. അതുകൊണ്ടായിരിക്കാം പുതിയൊരാളെ അല്ലെങ്കിൽ ഒരു പുതിയ കുടുംബത്തിനെ സ്വന്തം ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഗ്ലാമി കയറ്റാത്തത്. അപ്പോൾ അറിയുന്ന പരിചയമുള്ള ആളുകളാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. മേ ബി അതാകാം. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള ഇവരുടെ ജീവിതത്തിന് ചിലപ്പം ഇങ്ങനെ ഒരു ബന്ധമായിരിക്കും സെക്യൂർ എന്ന് തോന്നിയിട്ടാവാം ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അല്ലെങ്കിൽ ഇനി ഇവർ നേരത്തെ റിലേഷൻഷിപ്പിലായിരുന്നു എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരും ട്രോളർമാരും ഒക്കെ എടുത്തിട്ട് ട്രോളുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ഒരു അഭിമുഖമൊക്കെ, പണ്ടത്തെ അഭിമുഖമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ട്രോൾ വരുന്നത്. അതിലവൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് പ്രണയബന്ധം ഉണ്ട് എന്ന്. അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാശംസിക്കുന്നു.